നമസ്കാരം, ടി മലയാളത്തിലേക്ക് സ്വാഗതം. സാധാരണ മാർച്ച് 31 കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്നത് ടാക്സ് സേവിങ്സ് ആണ്. പണം എവിടെയെങ്കിലും ഇട്ട് നികുതി കുറയ്ക്കാൻ നമ്മൾ നെട്ടോട്ടം ഓടുന്ന സമയം. എന്നാൽ 2026 ഏപ്രിൽ 1 മുതൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ വെറും ടാക്സിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ബാങ്കിംഗ്, ഇൻഷുറൻസ്, ഇൻകം ടാക്സ് നിയമങ്ങൾ എന്നിവയിൽ വലിയ അഴിച്ചുപണികളാണ് സർക്കാർ നടത്തുന്നത്. ലളിതമായി പറഞ്ഞാൽ, ഈ മാർച്ച് 31-നകം നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഏപ്രിൽ 1 മുതൽ നിങ്ങളുടെ പോക്കറ്റ് ചോരും. അത് അനാവശ്യ ഫീസായോ പിഴയായോ ഒക്കെ വരാം. എന്തൊക്കെയാണ് ആ മാറ്റങ്ങളെന്ന് നമുക്ക് വിശദമായി നോക്കാം. ആദ്യമായി ഇൻകം ടാക്സിന്റെ കാര്യം പറയാം. പുതിയ ഇൻകം ടാക്സ് ആക്ട് 2025 അനുസരിച്ച് 2026 ഏപ്രിൽ 1 മുതൽ നിയമങ്ങൾ കൂടുതൽ ലളിതമാക്കുകയാണ്. പക്ഷെ ഒരു കുടുക്കുണ്ട്. ചെറിയ തെറ്റുകൾക്ക് പോലും ഇനി മുതൽ സിസ്റ്റം ഓട്ടോമാറ്റിക്കായി ഫീസും പലിശയും ഈടാക്കും. 2026 ജനുവരിയിലെ കണക്കനുസരിച്ച് ടാക്സ് സ്ലാബുകളിൽ വലിയ മാറ്റമൊന്നുമില്ലെങ്കിലും പ്ലാനിങ്ങിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പുതിയ ടാക്സ് റെജീമിൽ 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ടാക്സ് റിബേറ്റ് വഴി നികുതി ഒഴിവാക്കുന്നുണ്ടെങ്കിലും കൃത്യസമയത്ത് ഫയൽ ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. 20 ലക്ഷത്തിന് താഴെയുള്ള വസ്തു ഇടപാടുകൾ പാൻ കാർഡ് നിർബന്ധമല്ലെന്ന് പുതിയ നിയമം പറയുന്നുണ്ടെങ്കിലും ഒരു സുരക്ഷിതത്തിന് പാൻ കാർഡ് ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പ്രത്യേകിച്ചും വരും കാലങ്ങളിൽ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കണക്കാക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ഗുണകരമാകും. രണ്ടാമത്തെ പ്രധാന മാറ്റം നമ്മുടെ ബാങ്കിങ്ങിലാണ്. ബാങ്കിൽ ചെല്ലുമ്പോൾ ഇൻഷുറൻസോ മ്യൂച്വൽ ഫണ്ടോ എടുക്കാൻ മാനേജർമാർ നിർബന്ധിക്കുന്ന അനുഭവം നമുക്കെല്ലാവർക്കും കാണും. ഇതിനെ മിസ് സെല്ലിംഗ് എന്നാണ് വിളിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ ഇതിന് RBI കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ്. ബാങ്കുകൾക്ക് ഇനി തോന്നിയ പോലെ ഇത്തരം തേർഡ് പാർട്ടി പ്രൊഡക്റ്റുകൾ വിൽക്കാൻ പറ്റില്ല. അവർ വിൽക്കുന്ന ഓരോ പോളിസിക്കും കിട്ടുന്ന കമ്മീഷൻ എത്രയാണെന്ന് നിങ്ങളോട് പറയണം. ഇതൊരു ബാങ്ക് ഡെപ്പോസിറ്റ് അല്ലെന്നും ഇതിൽ റിസ്ക് ഉണ്ടെന്നും അവർ എഴുതി നൽകണം. ബാങ്ക് ഉദ്യോഗസ്ഥർ നിർബന്ധിച്ച് എടുപ്പിച്ച എന്തെങ്കിലും പോളിസികൾ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ഈ മാസം തന്നെ അതിന്റെ രേഖകൾ കൃത്യമായി പരിശോധിച്ച് വ്യക്തത വരുത്തുക. ഏപ്രിൽ 1 മുതൽ ബാങ്കുകൾ ഏജൻസി അല്ലെങ്കിൽ റഫറൽ മോഡലിൽ മാത്രമേ പ്രവർത്തിക്കാവൂ എന്നാണ് നിയമം. ഇൻഷുറൻസ് മേഖലയിലും വലിയ മാറ്റമുണ്ട്. IRDAI പുതിയ അക്കൗണ്ടിംഗ് രീതികൾ കൊണ്ടുവരുന്നതോടെ ഇൻഷുറൻസ് കമ്പനികളുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ വ്യക്തമാകും. അതുകൊണ്ട് നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനി എത്രത്തോളം സുരക്ഷിതമാണെന്ന് ഇപ്പോൾ തന്നെ ഒന്ന് തിരക്കുന്നത് നല്ലതാണ്. ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇൻഷുറൻസ് GST ഇളവാണ്. 2025 സെപ്റ്റംബറിൽ വന്ന മാറ്റം പ്രകാരം വ്യക്തിഗത ഹെൽത്ത് ഇൻഷുറൻസിനും ലൈഫ് ഇൻഷുറൻസിനും GST 18% നിന്ന് 0% കുറച്ചിട്ടുണ്ട്. ഇതിനകം തന്നെ നിലവിൽ വന്ന ഈ മാറ്റം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക. പുതിയ പോളിസി എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ടാക്സ് ഇല്ലാത്ത ഈ സാഹചര്യം വലിയൊരു ലാഭമായിരിക്കും. ഷെയർ മാർക്കറ്റിൽ ട്രേഡിംഗ് നടത്തുന്നവർക്ക് സെബി പുതിയ അൽഗോ ട്രേഡിംഗ് നിയമങ്ങൾ ഏപ്രിൽ 1 മുതൽ നിർബന്ധമാക്കുകയാണ്. നിങ്ങൾ ഏതെങ്കിലും ആപ്പുകൾ വഴിയോ ബ്രോക്കർ AIP വഴിയോ ഓട്ടോമാറ്റിക്കായി ട്രേഡിംഗ് നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബ്രോക്കർ ഈ പുതിയ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഓരോ ആൽഗോ ഓർഡറിനും ഇനി മുതൽ എക്സ്ചേഞ്ച് ID നിർബന്ധമാണ്. നിങ്ങളുടെ ബ്രോക്കർ ഈ സിസ്റ്റം റെഡിയാക്കിയില്ലെങ്കിൽ ഏപ്രിൽ 1 മുതൽ നിങ്ങളുടെ ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ഡിജിറ്റൽ കംപ്ലൈൻസ് ആണ് മറ്റൊരു പ്രധാന ഭാഗം. വിദേശത്ത് അക്കൗണ്ടുകളോ നിക്ഷേപങ്ങളോ ഉള്ളവർ അത് വെളിപ്പെടുത്താൻ 6 മാസത്തെ സമയം ഇപ്പോൾ ലഭ്യമാണ്. ഇത് ഏപ്രിലിന് മുൻപ് പൂർത്തിയാക്കിയില്ലെങ്കിൽ കടുത്ത നടപടികൾ ഉണ്ടായേക്കാം. KYC അപ്ഡേഷൻ ഇപ്പോൾ മുമ്പത്തേക്കാൾ ഗൗരവകരമാണ്. ബാങ്ക് അക്കൗണ്ട്, ഡിമാറ്റ് അക്കൗണ്ട്, മ്യൂച്വൽ ഫണ്ട് എന്നിവയിലെല്ലാം ഒരേപോലുള്ള വിവരങ്ങളാണോ ഉള്ളതെന്ന് പരിശോധിക്കുക. സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ളവർക്കും ഫ്രീലാൻസർമാർക്കും ഈ വർഷം മാർച്ച് 31 വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ബിസിനസ് ചിലവുകളുടെ രേഖകൾ കൃത്യമായി വയ്ക്കുക. പ്രത്യേകിച്ച് MSME പേയ്മെന്റുകൾ 45 ദിവസത്തിനുള്ളിൽ തീർക്കണമെന്ന നിയമമുള്ളതിനാൽ ആരെങ്കിലും പണം തരാനുണ്ടെങ്കിലോ നിങ്ങൾ കൊടുക്കാനുണ്ടെങ്കിലോ അത് കൃത്യസമയത്ത് തീർക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ടാക്സ് ലാഭിക്കുന്നതിന് അത് തടസ്സമാകും. ചുരുക്കത്തിൽ ഈ വരുന്ന ഏപ്രിൽ 1 ഒരു സാധാരണ സാമ്പത്തിക വർഷാരംഭമല്ല. സിസ്റ്റം കൂടുതൽ ഡിജിറ്റൽ ആകുകയാണ്. നിയമങ്ങൾ കർക്കശമാവുകയാണ്. അതുകൊണ്ട് ഈ മാർച്ച് 31-നകം നിങ്ങളുടെ ബാങ്ക് KYC അപ്ഡേറ്റ് ചെയ്യുക. ടാക്സ് രേഖകൾ ശരിയാക്കുക. ഇൻഷുറൻസ് പോളിസികൾ പരിശോധിക്കുക. കൃത്യമായി പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ഈ മാറ്റങ്ങളെ പേടിക്കേണ്ടതില്ല. ഓരോ കാര്യങ്ങളും ഒന്നൊന്നായി പ്ലാൻ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങൾ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപം നടത്തുന്നതിന് മുൻപ് നിങ്ങളുടെ സാമ്പത്തിക ഉപദേശകനുമായി ചർച്ച ചെയ്യുക. നന്ദി.